ിലേക്ക് വരാം. ഹൈബി ഈഡൻ എം പി ഹൈബി ഈഡൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹൈബി ഈഡൻ, താങ്കളടക്കം തുടക്കം മുതൽ ഇടപെട്ട വിഷയം കൂടിയാണ്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നു, പക്ഷേ കേസ് ഇല്ലാതായി മാറുന്നില്ല. എന്തൊക്കെ വെല്ലുവിളികളാണ് ഇനി മുന്നിലുള്ളത്? അല്ല, ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടി. അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് ഇവര് ആ ജയിലിൽ 8 ദിവസം കിടക്കാൻ വിധിക്കപ്പെട്ട ആളുകളല്ല. ഇവർ കിടക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കേസിൽ താൽക്കാലികമായി ജാമ്യം കിട്ടിയെങ്കിലും NIA-യുടെ ജൂറിസ്ട്രിക്ഷനിലുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നിരന്തരമായി ഇനി കോടതി കയറി ഇറങ്ങി ഈ കേസിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ അവർ നടക്കേണ്ടി വരും. അത് വർഷങ്ങളെടുക്കും. അത് ആർക്കും ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. നമ്മൾക്ക് എല്ലാവർക്കും പൊളിറ്റിക്കൽ കേസസ് ഉള്ളതാണ്. ഒരു വഴിയിൽ വരുന്ന ഒരു സമരം നടത്തിയാൽ പോലും റോഡ് തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കേസ് നമുക്കറിയാം. അതിനെക്കാളും എല്ലാം പ്രാധാന്യം നമ്മൾക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. യഥാർത്ഥത്തിൽ ജയിലിൽ പോകേണ്ടത് ബജറംഗ് ദൾ പ്രവർത്തക ജ്യോതി എന്ന് പറയുന്ന ലേഡിയാണ്. ഗുണ്ടായിസം കാണിക്കുകയും ജനങ്ങളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വധിക്കുമെന്ന് ശ്രമിക്കാൻ ആ സിസ്റ്റേഴ്സിനെ അടിച്ച് അമർത്തുമെന്ന് പറഞ്ഞതും എല്ലാം മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് സമരം ചെയ്യേണ്ടതും യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന BJP-യുടെ അധ്യക്ഷൻ പറയേണ്ടതും അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വലിയ ഔദാര്യമായി മാറി എന്നുള്ളതല്ല. ഇതൊന്നും ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള സിസ്റ്റർ പ്രീതി 8 ദിവസം തറയിൽ കിടന്നുറങ്ങിയതൊന്നും അവരത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഹൈബീഡൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതൊരു ബജറംഗ് ദളത്തിന്റെ മാത്രം വാദമാണെന്ന് BJP-ക്ക് ന്യായീകരിക്കാനും കഴിയില്ലെന്ന് തോന്നുന്നു. കാരണം ഛത്തീസ്ഗഡിലെ BJP പുറത്തിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഈ കന്യാസ്ത്രീകളുടെ കാല് പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ എന്നാണ്, അതായത് അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് തന്നെ. ഞാൻ ഇന്നലെ ഛത്തീസ്ഗഡ് PCC പ്രസിഡന്റിനെ കണ്ടപ്പോ എന്റെ കൂടെ ദീപക് ബേജ് കഴിഞ്ഞ ജനുവരിയിൽ MP ആയിരുന്നു. അദ്ദേഹം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹം കാണിച്ചു തന്നത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ ചീഫ്, ഇവരെല്ലാം കന്യാസ്ത്രീകളും അച്ഛന്മാരുമായി നൃത്തം അവതരിപ്പിക്കുന്ന AI വീഡിയോകളാണ് കണ്ടത് ഞങ്ങൾ. അപ്പൊ ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികതയും അവരുടെ നമ്മൾ സെൻസസ് കണക്ക് പരിശോധിച്ചാൽ എല്ലാ വർഷവും ക്രൈസ്തവരുടെ എണ്ണം 2.5% നിന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് 2011 സെൻസസ് വരുമ്പോൾ അത് കൂടുതലല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാം കെട്ടിച്ചമക്കുന്ന കഥയും ഇത് അടിസ്ഥാനപരമായ RSS സംഘപരിവാറിന്റെ അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അതിലേക്കാണ് ഈ ചുവടുവെപ്പ് മുഴുവൻ നടത്തുന്നത്. അതുകൊണ്ട് അത് കേരളത്തിലെ ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ന്യൂനപക്ഷ വിഭാഗത്തിനെ വേട്ടയാടുന്ന സമീപനം ഇനിയെങ്കിലും അവർ തിരിച്ചറിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഹൈബിയേടൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മതത്തിന് അപ്പുറത്തായിട്ട് കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ടായിരുന്നു, ഒരു മതേതര മനസ്സ്. ആ മതേതര മനസ്സ് ഒരുമിച്ചായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഇവർക്ക് ജാമ്യം കിട്ടണം. അമ്മമാരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കേരളമൊപ്പം ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് പ്രതിഫലിച്ചത്. എന്തായാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കന്യാസ്ത്രീകൾ പുറത്തു വരുമ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കുമോ? ഇതിന്റെ തുടർ നിയമ നടപടികൾ. और हम शुरू से इसके लिए पूरा कोशिश कर रहे थे. हमने पहले सोचा ये मजिस्ट्रेट कोर्ट से हमें बेल मिल जाएगा, उधर नहीं हुआ. फिर सेशंस कोर्ट से पे हमें पूरा उम्मीद था, उधर भी नहीं हुआ. लास्ट में अभी ये इतने दिन के बाद अभी NIA कोर्ट से इनको बेल मिला है. उसके लिए बहुत हम सब संतुष्ट हैं और हम सब इसका इंतजार में थे. देखिए, ये एक फर्जी केस है, ये आप सब जानते हैं, क्योंकि ये जो 3 लड़कियां की बात कर रहे हैं जिसको जबरदस्ती ले जाने की आरोप लगाया है, वो लड़कियां सबके सामने आके आप लोगों को, मीडिया साथियों को, हमने उनको नहीं लाया. आप उनसे मिलने गए, आप उनकी बयान लिए. അങ്കമാലി MLA അദ്ദേഹം സ്ഥലത്തുണ്ട്. അനൂപ് ആന്റണി, BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനൂപ് ആന്റണി, എന്തായാലും ഈ വിഷയത്തിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു, പക്ഷേ നിയമ നടപടികൾ ഇനിയും തുടരും വെല്ലുവിളികളാണ്.
ആത്രൈറ്റിസ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള സിസ്റ്റർ പ്രീതിക്കടക്കം നിലത്ത് കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പോലുമുണ്ട്. അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ക്ലേശകരമായ ഒരു ജയിൽ ജീവിതമാണ് കഴിഞ്ഞ 9 ദിവസം ഉണ്ടായത്. BJP ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരില്ലേ? അല്ല, ഞാനിപ്പോ ബെയിലിനെ കുറിച്ച് സംസാരിക്കാനാണോ വിളിച്ചത് അതോ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് പറയണം? കാരണം ഞാനിപ്പോ ജയിലിലാണ് ഉള്ളത്. എനിക്ക് മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ബെയിൽ ലഭിച്ചതിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ഞാനിവിടെ തിങ്കളാഴ്ച മുതൽ വന്നതാണ്. ഇപ്പം ഇത്രയും ദിവസമായി. അത് മാത്രവുമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2000 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാവും ഇതിനു വേണ്ടിയിട്ട്, പലരെയും കാണാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു വലിയൊരു എല്ലാവരുടെയും, അതായത് ഇവിടുത്തെ വക്കീൽമാരുടെയും ഇവിടുത്തെ സഭയിലെ സിസ്റ്റർമാരുടെയും സഭാ നേതൃത്വത്തിന്റെയും എല്ലാവരുടെയും ഒരു കൂട്ടായ എഫേർട്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ നൽകിയ ഒരു പിന്തുണ, അതിലായിരുന്നെങ്കിൽ പ്രോസിക്യൂഷൻ ഭാഗവും പോലീസ് കസ്റ്റഡി ഉൾപ്പെടെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാം അവർ തന്ന ഒരു വലിയ പിന്തുണ, അതിനെല്ലാം ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ BJPയുടെ ദേശീയ നേതൃത്വം, പ്രധാനമന്ത്രിയും അമിത്ഷാജിയും സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഇവരെല്ലാവരും എടുത്ത ഒരു വലിയ എഫേർട്ടും, അതിനൊക്കെ നന്ദി പറയാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അല്ല, ഈ നിയമപ്രശ്നങ്ങൾ, ഈ നിയമ നടപടികൾ ഇനിയും തുടരില്ലേ? അപ്പോൾ ഈ ജാമ്യത്തിനപ്പുറം എങ്ങനെ ഒരു പിന്തുണ ഇവർക്ക് ഉറപ്പുവരുത്താൻ കഴിയും? അനൂപ് ആന്റണി ഡിസ്കണക്ട് ആയിരിക്കുന്നു. എന്തായാലും നിയമ നടപടികൾ ഇനിയും വെല്ലുവിളിയായി ഉണ്ട്. ജാമ്യം എന്നത് ലഭ്യമാവുന്നു, 50 ദിവസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തു വരുന്നു. പക്ഷേ അവർക്ക് മുന്നിൽ അവരെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല. മിഥുൻ MG ഉണ്ട്. മിഥുൻ, അവര് വളരെ ഹാപ്പിയാണ് ബെയിൽ ഗ്രാൻഡ് ചെയ്തതിന്, വളരെ ഹാപ്പിയാണ് സിസ്റ്റേഴ്സ്. ഇനി കേസ് പിൻവലിക്കണം. ഇത് കള്ളക്കേസാണ്. അപ്പൊ ജാമ്യം കിട്ടിയത് കോടതി നീതി ലഭിച്ചു, പക്ഷെ കള്ളക്കേസ് പിൻവലിക്കണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കാരണം അവര് മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല, മതപരിവർത്തനം നടത്തിയിട്ടില്ല, ഇതെല്ലാം കള്ളക്കേസാണ്. അതുകൊണ്ട് അത് കേസ് പിൻവലിക്കണം. അൻവർ സാദത്ത് MLA, കേരള MLA, ആലുവ MLA. അൻവർ സാദത്ത് MLA ആണ് പ്രതികരിച്ചത്, ആലുവ MLA. ഇവരടക്കം അവിടെ എല്ലാവരും ഉണ്ട്, കാത്തു നിൽക്കുകയാണ്. എന്തായാലും കേരളത്തിന്റെ ജനപ്രതികളെല്ലാം ഒറ്റക്കെട്ടായി. ജബി മേത്തൻ അവിടെ बहुत खुशी की बात है, लेकिन इस खुशी में भी जब हम अंदर गए, सिस्टर्स को मिला, वो अपना वो होली ड्रेस पहन के जेल के अंदर था, वो बहुत ही एक इमोशनल मोमेंट था. जब ये खुशी की माहौल है अभी, लेकिन फिर भी हम ये कहना चाहते हैं, जो भी ये किया, किसी ने भी ये किया, किसी का इंस्ट्रक्शंस पे ये किया, ये बजरंग दल, RSS, BJP का जो रियल फेस है, जो सबका पता हो गया. केरला में आकर कुछ कहते हैं, यहाँ सिस्टर्स को जेल में डालते हैं, और इट इज वेरी क्लियर डिविसिव एजेंडा ऑफ RSS, ऑफ बजरंग दल, ऑफ